കാര്യമായിട്ട് എന്തെങ്കിലും പറയണ നേരത്ത് ഈ സംഘിച്ചാപ്പയും ജൂതചാരൻ്റെ ചാപ്പയും ഒക്കെ നമ്മുടെ മുസ്ലിം വിശ്വാസികളുടെ ഇസ്ലാം വിശ്വാസികളുടെ ഒരു പതിവാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത് എന്താ പേര് ഇങ്ങനെ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത് എൻ്റെ ഒരു വീഡിയോൻ്റെ ഇടയിൽ പോക്കിരി ജസീം എന്നല്ല മൂപ്പര പേര്, എനിക്ക് തോന്നുന്നു ജസീം എന്നാണ് മൂപ്പര പേര്. ഒരു പോക്കിരി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ള മൂപ്പര കമൻറ്റ് കണ്ടു. മൂപ്പര കമൻറ്റ് ഇങ്ങനെയാണ്: അത് മറുപടി ഇല്ലാത്ത കൊണ്ടാണ് ആ ചാപ്പ വരുന്നത്, മറുപടി ഉണ്ടായിരുന്നെങ്കിൽ അവർ മറുപടി അല്ലേ പറയാന്ന്. സത്യത്തിൽ അത് ആ സമയത്താണ് ഞാൻ വേറെ ചില സംഗതികൾ ഓർത്തു പോയത്. ശരിയാണല്ലോ, ഇത് എനിക്ക് മുമ്പും അനുഭവമുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ചാപ്പയടി ഈ രീതിയിൽ ഇപ്പോൾ മറ്റൊരു ടീമിൻ്റെ ചാരനാണ് അല്ലെങ്കിൽ മറ്റൊരു ടീമിൻ്റെ ഫണ്ട് കൈപ്പറ്റുന്ന ആളാണ് എന്നുള്ള രീതിയിലുള്ള ചാപ്പയടി എനിക്ക് ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം കിട്ടുന്ന ഒരു സംഗതിയല്ല. ഇതേപോലത്തെ ചാപ്പ മുസ്ലിമായ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ദർസ് പഠിക്കുന്ന സമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി, ആ സംഭവത്തിനെ കുറിച്ച്. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ശരിയാണ്, അന്നും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല, അന്ന് എതിർപക്ഷത്ത് ഉണ്ടായിരുന്നവർക്ക്. അന്ന് അവരെനിക്കിട്ട പേര് ക്രിസ്ത്യൻ ചാരൻ എന്നാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനോ അതിനെ കൃത്യമായി ഡിഫീറ്റ് ചെയ്യാനോ അന്നവർ ഒന്നും ചെയ്തില്ല, അതിന് ശ്രമിച്ചില്ല. ആകെ അവർ ചെയ്ത കാര്യങ്ങൾ, അവർ എന്ന് പറയുമ്പോൾ അന്ന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് EK വിഭാഗം സമസ്ത, അതിലെ കുറേ ഉസ്താദുമാരും മൂല്യന്മാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ ചെയ്തത്, ഒന്ന്, ഞാൻ ക്രിസ്ത്യൻ ചാരനാണ് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുകയായിരുന്നു ഒന്ന്. രണ്ടാമത്തെ കാര്യം അവർ ചെയ്തത് എൻ്റെ കുടുംബപ്പേര് ഇതിലേക്ക് വലിച്ചയച്ചു. എൻ്റെ കുടുംബപ്പേരും, അതായത് കുടുംബത്തിൻ്റെ പേരും നാടിൻ്റെ പേരൊക്കെ വലിച്ചയച്ചിട്ട് പല ജാതി സംസാരങ്ങളായി. അങ്ങനെ അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഒരിക്കലും എൻ്റെ പേരിൻ്റെ കൂടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എൻ്റെ കുടുംബ പേരോ എൻ്റെ നാടിൻ്റെ പേരോ ഉണ്ടാകരുത്. കാരണം വിഷയത്തിൽ നിന്ന് അവർ വ്യതിചലിച്ച് വേറെ പലതിലേക്കാണ് കടിച്ചു തൂങ്ങുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഞാൻ ഖുർആനിൽ ബ്ലാക്ക് ഹോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വാദിച്ച സമയത്ത് അതിനെതിരെ ഞാൻ ചെയ്ത വീഡിയോ, ആയത്തും തഫ്സീറൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോക്ക് മറുപടി ആയിട്ട് ഇവർ ചിലരെഴുതിയത് അവൻ്റെ പല്ലിന് മഞ്ഞക്കളറുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ മറുപടികൾ. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് അവർ പറയുന്നത് അവൻ്റെ പല്ലിന് മഞ്ഞക്കളറുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊന്ന് പോയി നോക്കിയാൽ മതി. ആ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കമൻറ്റുകളൊക്കെ ഒരു നിലവാരം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതേ രീതിയിൽ അന്ന് എൻ്റെ കുടുംബപ്പേരും സ്ഥലപ്പേരൊക്കെ വെച്ചിട്ട് പല ജാതി സംസാരങ്ങളായ സമയത്ത് ഞാൻ ചെയ്ത പരിപാടിയാണ് ഫേസ്ബുക്കിൽ എൻ്റെ പേര് റഹ്ഷാൻ നഹ്ഷാർ എന്നാക്കി മാറ്റുന്നത്. അതായത് റഹ്ഷാൻ എന്നുള്ള എൻ്റെ പേര്, വേറെ പേരൊന്നുമില്ല. അപ്പോൾ ഈ റഹ്ഷാൻ്റെ കൂടെ എൻ്റെ പേര് തിരിച്ചെഴുതി, റഹ്ഷാൻ തിരിച്ചെഴുതിയാൽ നഹ്ഷാർ, അപ്പോൾ അത് തിരിച്ചിട്ട് അത് ഫിറ്റ് ചെയ്ത് അങ്ങനെ റഹ്ഷാൻ നഹ്ഷാർ എന്നാക്കി മാറ്റി. അപ്പോൾ അങ്ങനെയാണ് ഇത് പേര് മാറ്റിയെന്ന് പറയാം. ഏതായാലും പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ചാപ്പേടി എനിക്കൊരു പുതുമുള്ള കാര്യമൊന്നുമല്ല എന്ന് മാത്രമല്ല, ഈ ഒരു സംഗതി ഇവർ ചെയ്യുന്നത് പോക്കിരി പറഞ്ഞ പോലെ തന്നെ മറുപടി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഈ ക്രിസ്ത്യൻ ചാരൻ ചാപ്പ കിട്ടിയ കാര്യം പറഞ്ഞുതരാം. എൻ്റെ മുമ്പ് പറയുള്ളത് ചാപ്പക്കാരോടൊക്കെ പറയുള്ളത് നിങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പറയുന്നതിന് മറുപടി ഉണ്ടെങ്കിൽ അത് പറയുക, അതല്ല മറുപടി ഇല്ലെങ്കിൽ പിന്നെ ആ സങ്കടം നിങ്ങൾക്ക് എങ്ങനെയും തീർക്കണമല്ലോ. അതിങ്ങനെ എന്തായാലും എങ്ങനെയൊക്കെ തീർക്കുന്നത് എനിക്കറിയാം. തൽക്കാലം നിങ്ങൾ തെരുവിൽ നടക്കട്ടെ എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് നടക്കട്ടെ, നിങ്ങൾക്ക് തെളിവില്ലാത്തതുകൊണ്ടാണല്ലോ തെരുവിലും കൊണ്ട് വരുന്നത്. ഏതായാലും ക്രിസ്ത്യൻ ചാരൻ ചാപ്പ, അതിൻ്റെ കഥ പറഞ്ഞുതരാം. ഈ EK വിഭാഗത്തിൽപ്പെട്ട കുറേ പ്രഭാഷകർ, അത് റഹ്മത്തുള്ള കാസിമി മൂത്തേടം, പിന്നെ അതുപോലെ ജലീൽ റഹ്മാനി വാണിയന്നൂര്, പിന്നെ അഹമ്മദ് കബീർ ബാക്കവി സമസ്തയിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്നാണ് മനസ്സിലാക്കണത്. മൂപ്പർക്ക് മുമ്പ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയിലും മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു എന്നും എനിക്കറിവുണ്ട്. ഏതായാലും ഇങ്ങനെ കുറേ പ്രഭാഷകർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. EK അബൂബക്കർ മുസ്ലിയാർ എന്ന ആള്, എന്നൊരു പണ്ഡിതൻ, ആ പണ്ഡിതൻ 1981 എടക്കര വെച്ച് ക്രിസ്ത്യൻ മിഷനറിമാരുമായി
സംവാദം നടത്തുകയും ആ സംവാദത്തിലൂടെ ക്രിസ്ത്യൻ മിഷനറിമാരെ മുസ്ലിങ്ങളാക്കുകയും അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ കുടുംബങ്ങളെ മുസ്ലിങ്ങളാക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയാറുണ്ടായിരുന്നു. ഭയങ്കര സംഭവമായിട്ട് പറയും. അതായത് മുഹമ്മദ് നബി ആ സംവാദ വേദിയിൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അന്ന് അത്രയും വിജയകരമായ സംവാദം നടത്താനായതെന്നൊക്കെ പറഞ്ഞ് എന്തിനേറെ പറയുന്നു, ക്രിസ്ത്യൻ മിഷനറികളുമായി സംവാദം നടത്തി എന്നുള്ള കാര്യം ഇവരുടെ സമസ്തയുടെ പാഠപുസ്തകത്തിൽ വരാൻ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. ഇന്നും അതുണ്ടോ അതോ വെട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏകദേശം ഒരു 6-7 വർഷത്തോളം മുമ്പുള്ള കാര്യം ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കാര്യത്തിൽ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃനിരയിലുള്ള നജീബ് മൗലവി മമ്പാട്, അന്ന് ഞാൻ വിളിച്ചിരുന്നത് മൗലാന എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രസിദ്ധീകരണമായ ബുൽബുലിലാണോ നുസ്രത്തിലാണോ എന്നറിയില്ല, രണ്ടാലേതോ ഒന്നിൽ എഴുതി അവിടെ അങ്ങനെ സംവാദം ഉണ്ടായിട്ടില്ല. കാരണം അന്നത്തെ സദസ്യരിൽ ഒരാളായിരുന്നു ഈ നജീബ് മൗലവി എന്ന് പറയുന്ന ആൾ. അന്നത്തെ 1981 ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരെ, പിന്നെ ഈ ഒരു ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ എഴുതുമ്പോൾ അന്ന് ജീവിച്ചിരിപ്പുള്ളൂ. അത് ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തതല്ല, അത് എൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു ഉസ്താദ് എന്നോട് പറയുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഞാൻ പങ്കാളിയാവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഏതായാലും ആ അന്വേഷണത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി നജീബ് മൗലവി പറഞ്ഞത് തന്നെ ആയിരുന്നു സത്യം എന്നുള്ളത്. ഈ സമയത്ത് നജീബ് മൗലവിക്ക് കുശുമ്പാണ്, എന്താണ് പറയുക, ആൾക്ക് ഇ.കെക്കാരെ കണ്ടുകൂടാത്തതുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരോട് വിരോധം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ്, അതായത് ഈ പ്രഭാഷകർ പറയുന്നതല്ല സത്യം എന്ന് പറഞ്ഞ് അവർക്കെതിരെ പറയുന്നത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരോടുള്ള ദേഷ്യം കൊണ്ടാണ് എന്ന് വരെ മറ്റൊരു ഇ.കെ. സമസ്തക്കാർ പറഞ്ഞുണ്ടാക്കി. എന്നാൽ അന്വേഷണത്തിൽ മനസ്സിലായത് നജീബ് മൗലവി പറഞ്ഞാണ് സത്യം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവിടെ ഒരു സംവാദവും ഉണ്ടായിട്ടില്ല, സംവാദം നടത്താനുള്ള പദ്ധതിയും ഉണ്ടായിട്ടില്ല. ഈ സംവാദം നടത്താനുള്ള പദ്ധതി ഉണ്ടായിട്ടില്ല എന്ന് എങ്ങനെയാണ് മനസ്സിലായെന്ന് അറിയാം. ഞങ്ങളുടെ അന്വേഷണ വഴിയിൽ ഞങ്ങൾ ഒരാളെ കണ്ടെത്തി. പന്തല്ലൂരിലെ അന്നത്തെ പന്തല്ലൂരിൽ ഈ ഒരു 7 വർഷത്തോളം മുമ്പ് അന്നത്തെ പന്തല്ലൂരിലെ മേൽക്കാലിയായിട്ടുള്ള കുഞ്ഞാൻ മുസ്ലിയാർ. ഈ കുഞ്ഞാൻ മുസ്ലിയാർ ആരാന്നറിയാം? ഈ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അന്ന് 1981 എടക്കര ക്രിസ്ത്യൻ മിഷനറിമാർക്കെതിരെ നടത്തിയ ആ ഒരു പ്രഭാഷണത്തിൻ്റെ സംഘാടകരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 7 വർഷത്തോളം മുമ്പ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദും കൂടി കയറി ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പഴയ കുറേ സംഗതികൾ സൂക്ഷിച്ചു വെച്ച കൂട്ടത്തിൽ ഈ ഒരു നോട്ടീസ് ഉണ്ട്. 1981 പരിപാടിയുടെ നോട്ടീസ്. വളരെ പഴകി ദ്രവിച്ച് ഇങ്ങനെ എന്താ പറയുക, തൊട്ടാ കീറുന്നുള്ള പരുവത്തിലാണ് അതുള്ളത്. എന്നാലും അദ്ദേഹം ഞങ്ങൾക്കത് കാണിച്ചു തന്നു. അത് കണ്ടു, അത് വായിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ബെറ്ററായിട്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്ന വേറെ ചില ആളുകളെയും, വേറൊരു അന്നത്തെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ഖാദിമായി സേവകനായി നിന്നിരുന്ന ഒരാളെയൊക്കെ കണ്ടു. അദ്ദേഹത്തിൽ നിന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ശേഖരിച്ച സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ നുണയാണ് എന്ന കാര്യം. ഈ പറയുന്ന സംവാദ കഥ നുണയാണെന്നും ക്രിസ്ത്യൻ മിഷനറിമാരുമായിട്ട് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഒരു സംവാദവും എവിടെ വെച്ചും നടത്തിയിട്ടില്ല എന്നും ഞങ്ങൾക്ക് ബോധ്യമായി. അപ്പോൾ ഈ ബോധ്യങ്ങളൊക്കെയാണ് അന്ന് ഫേസ്ബുക്കിൽ എഴുതിയിടുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ പറയാനുള്ളത്, ഈ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ക്രിസ്ത്യൻ മിഷനറിമാരുമായിട്ട് സംവാദം നടത്തി എന്നതിന് എവിഡൻസ് ആയിട്ട് ഇവർ പറയുന്നത് ഇബ്രാഹിം മുണ്ടക്കൻ എന്നൊരാളെ പേരാണ്. ഈ ഇബ്രാഹിം മുണ്ടക്കൻ സ്വയം പരിചയപ്പെടുത്തുന്നത് അന്ന് എടക്കര വെച്ച് നടന്ന സംവാദത്തിൽ പരാജയപ്പെട്ട് പിന്നീട് മുസ്ലിമായി മാറിയ മിഷനറിമാരിൽ ഒരാളാണ് അയാൾ എന്നാണ്. 40ഓളം മിഷനറിമാരുണ്ടായിരുന്നു, അതിൽപ്പെട്ട ഒന്ന് അയാളാണെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഈ ഇബ്രാഹിം മുണ്ടക്കനെ ഞാനും ഈ ഉസ്താദും എൻ്റെ കൂടെ അന്വേഷണത്തിന് പ്രധാന കാരണമായിട്ടുള്ള ഉസ്താദുമായിട്ട് പോയി ഞങ്ങൾ കണ്ട് സംസാരിച്ച സമയത്ത് തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇയാൾ പച്ച നുണ പറയണം, വെറും നുണ പറയാണ്.
എന്ന് മാത്രമല്ല ഇയാൾ സംവാദം സുറിയാനിയിൽ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള വർത്താനൊക്കെ ഇയാൾ പറയുന്നുണ്ട് പല വേദികളിൽ. ഇ കെ അബൂബക്കർ മുസ്ലിയാരുമായി ഇയാൾ സംവാദം നടത്തിയത് സുറിയാനിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. സുറിയാനി ബൈബിള് ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുണ്ടായിരുന്നു, അത് പിന്നീട് ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇയാൾക്ക് കൈമാറി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആണ് അയാൾ പല വേദികളിൽ പറയുന്നുണ്ടായിരുന്നു. നേരിട്ട് ഞങ്ങൾ കണ്ട സമയത്ത് ഞങ്ങൾ ചോദിച്ചു ആ സുറിയാനി ബൈബിൾ ഒന്ന് കാണിച്ചു തരും. അയാൾ ഉരുണ്ട് മാറ ചെയ്ത്. ഞങ്ങൾ എവിടെ ചെന്ന് ചോദിച്ചെന്നറിയോ? അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് ഞങ്ങൾ പോയത്. അദ്ദേഹം സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കട ഉണ്ട്, ഒരു ആളുടെ കട ഉണ്ട്. ആ കടയുടെ വരാന്തയിൽ കസേര ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അയാൾ ചെയ്യുക സ്ഥിരമായിട്ട്. അപ്പോൾ അവിടേക്കാണ് ഞാനും ഈ ഉസ്താദും കയറി ചെല്ലുന്നതും അവിടെ സംസാരിക്കുന്നതും. ഈ സുറിയാനി ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അപ്പോൾ കാണിച്ചു തരേണ്ട താമസമേ ഉള്ളൂ, എന്നാൽ കാണിച്ചു തന്നില്ല. എന്ന് മാത്രമല്ല അന്വേഷണത്തിൽ പല പല തരത്തിലൂടെ ഉള്ള അന്വേഷണത്തിലൊക്കെ ഇയാൾ പറയുന്നത് എല്ലാ നിലക്കും നുണയാണെന്ന് മനസ്സിലായി. ഇയാളൊരു പള്ളിയിൽ അച്ഛനേ ആയിരുന്നില്ല എന്ന് മാത്രമല്ല അത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആളും ആയിരുന്നില്ല, എന്നാൽ കഥ പറയാൻ എടുക്കാനായിരുന്നു. ഇയാളെക്കുറിച്ച് അന്ന് കുഞ്ഞാ മുസ്ലിയാർ പറഞ്ഞത് റഹ്മത്തുള്ള കാസിമി ഉണ്ടാക്കി വിട്ട പരിശീലിപ്പിച്ചു വിട്ട ഒരു കള്ളനാണ് അയാൾ എന്നാണ്. എന്നാൽ ഈ ഒരു കള്ളത്തരത്തിൻ്റെ തുടക്കം എവിടുന്ന് തുടങ്ങുന്നുണ്ടെന്നറിയോ? ഇ കെ അബൂബക്കർ മുസ്ലിയാർ മരിച്ച് ആദ്യത്തെ സ്മരണിക ഉണ്ടല്ലോ, ആ സ്മരണിക മുതൽ തുടങ്ങുന്നുണ്ട് ഇയാളുടെ കള്ളത്തരം. എന്നുവെച്ചാൽ ഇയാൾ എഴുതുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ സ്മരണയിൽ ഈ സംഗതി നമുക്ക് കാണാൻ പറ്റുന്നു. വേറെ ഒരൊറ്റ ആളുടെ എഴുത്തിൽ കാണാൻ കഴിയുന്നില്ല. ഇത്രയും വലിയ വമ്പിച്ച മതപരിവർത്തനം, ഇത്ര അധികം മതപരിവർത്തനം ഒരു സംവാദത്തിലൂടെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ മറ്റ് സ്മരണകളിലൊക്കെയും അതിന് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുമെങ്കിൽ ചെയ്യായിരുന്നു മറ്റു ഉസ്താദന്മാരൊക്കെ അല്ലെങ്കിൽ മറ്റ് സ്മരണക്കാരൊക്കെ. എന്നാൽ ഏതിൽ അങ്ങനെ ഒരു മെൻഷൻ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു കഥ എഴുതി കൂട്ടിയത് ഇയാളുടെ പേരിൽ നമുക്ക് കാണാൻ പറ്റും, ഈ ഇബ്രാഹിം മുണ്ടക്കൻ്റെ പേരിൽ. അങ്ങനെ ഇതിലുള്ള വൈരുദ്ധ്യങ്ങളും മറ്റൊക്കെ തുറന്നു കാണിച്ചിട്ടും ഇയാൾ യൂട്യൂബിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിലെ പൊള്ളത്തരങ്ങളും ആ യൂട്യൂബിൽ നടത്തിയ പ്രസംഗങ്ങളിൽ ഇയാൾ സുറിയാനിയാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചതിൽ സുറിയാനി ഒരു തരിയും ഇല്ലാന്നും പലതരത്തിലുള്ള അന്വേഷണത്തിലൂടെ കണ്ടെത്തിയതൊക്കെ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി ഇട്ടത് പല ആളുകൾ കണ്ടു. അതിലൊരുപാട് ഇ കെ സംസ്ഥയിലെ ഉസ്താദുമാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇ കെ സംസ്ഥയിലെ ഉസ്താദുമാരായിട്ടുള്ള ആളുകൾ ഒരുപാട് അതോറിറ്റിയായി കണ്ടിട്ടുള്ള, അവരെ ആദരവോടെ കണ്ടിട്ടുള്ള കുറേ മൂല്യന്മാരാണ്. ഇ കെ അബൂബക്കർ മുസ്ലിയാരോട് കൂടെ നടന്നവർ എന്ന് ഇവർ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരെ കണ്ടവർ, കൂടെ നടന്നവർ, ശിഷ്യന്മാർ എന്നൊക്കെ ഇവർ മനസ്സിലാക്കിയ ആളുകളിൽ നിന്നാണ് ഇവർ കേട്ടിട്ടുള്ളത് ഇ കെ അബൂബക്കർ മുസ്ലിയാർ ക്രിസ്ത്യൻസുമായി സംവാദം നടത്തി എന്നുള്ളത്. എന്നാൽ അതിൽ നിന്ന് തീർത്തും ഭിന്നമായി അപ്പുറത്തെ ചേരിയിലുള്ള ഒരു ടീമാണ് ഇതിനെ മുഴുവൻ ഡിസ്ട്രോയ് ചെയ്യണത്, ഈ വാദങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്യണം, തകർത്ത് കളയുന്നത് എന്നതുകൊണ്ട് അവരുടെ ഉള്ളിലെ വിരോധം, അതുകൊണ്ട് മാത്രം എനിക്കെതിരെ വന്ന ആരോപണങ്ങളിലൊന്ന് ഞാൻ ക്രിസ്ത്യൻ ചാരനാണ് എന്നതായിരുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ അവിടെ നിരത്തിയ വാദങ്ങളൊന്നും തന്നെ പൊളിച്ചു കളയാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ വക ഞാൻ നടത്തിയ അന്വേഷണങ്ങൾ ഒരു വക വേറെ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉസ്താദ്, അത് ഉസ്താദിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം നേതൃത്വത്തിലുണ്ടായിരുന്ന ആ ഉസ്താദാണ്. അപ്പോൾ ആ ഉസ്താദിൻ്റെ കണ്ടെത്തലുകളും പിന്നെ എൻ്റെ കണ്ടെത്തലുകളും ഇതൊക്കെ പാടുള്ള നിരത്തിലുള്ള എഴുത്തുകളിൽ ഒന്നുപോലും തകർത്ത് കളയാൻ അല്ലെങ്കിൽ അത് കള്ളമാണെന്ന് പറയാൻ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ സംവാദക്കഥ വിശ്വസിച്ച ഒരാൾക്കും കഴിഞ്ഞില്ല. പകരം അവരെൻ്റെ കുടുംബത്തെ ആക്ഷേപിക്കുകയും എനിക്ക് ക്രിസ്ത്യൻ ചാരൻ ചാപ്പ തരികയും ഒക്കെ മാത്രമാണ് ചെയ്തത്. അപ്പം അത്രേ ഉള്ളൂ. മറുപടി ഇല്ലെങ്കിൽ ആ ഒരു ചാപ്പ ഇവർ ആർക്കും കൊടുക്കും. അതിന് മുസ്ലിം ആണെങ്കിലും ശരി, ആ മുസ്ലിം ആണെങ്കിലും ശരി, ഇസ്ലാം വിട്ടവനാണെങ്കിലും ശരി, ഇസ്ലാമിൽ നിൽക്കുന്നവനാണെങ്കിലും ശരി, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇവർ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിനെ ചോദ്യം ചെയ്തിട്ട് മറ്റൊരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചാപ്പെടുത്ത് കൊടുക്കും. അതിന് വലിയ റിസ്ക് ഇല്ലല്ലോ ചാപ്പെടുത്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടെന്ന് പറയാം. ഏതായാലും ഈ പറയുന്ന ഇബ്രാഹിം മുണ്ടക്കൻ പിന്നീട് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു സമസ്തക്കാർക്കോ മറ്റുള്ളവർക്കൊക്കെ തെളിയിക്കാം എന്ത് ഞങ്ങൾ പറഞ്ഞ കള്ളമാണ് എന്നതും, ഇബ്രാഹിം മുണ്ടക്കൻ അന്ന് സംവാദത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ അവസരമുണ്ടെന്നൊക്കെ ചലഞ്ച് ചെയ്തെങ്കിലും ആരും അത് നോക്കിയതേ ഇല്ല. കാരണം അവർക്ക് കഴിയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു.
പിന്നീട് സമസ്തയുടെ തന്നെ പ്രതിനിധിയായിട്ടുള്ള TH ദാരിമി എന്നറിയപ്പെടുന്ന ഒരു മൂല്യാർ തന്നെ പിന്നീട് അന്വേഷണം നടത്തുകയും ശംസുൽ ഉലമയുടെ ഇടക്കര സംവാദം എന്ന പുസ്തകം എഴുതുകയും ചെയ്തു. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ അങ്ങനെ ഒരു സംവാദം അവിടെ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പിന്നീട് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കള്ളക്കഥയെ പിന്നീട് പ്രോത്സാഹിപ്പിക്കാതിരിക്കാനൊക്കെ ഉസ്താദ്മാർ നോക്കിയെങ്കിലും ഇപ്പോഴും ഒരുപാട് പേർ ഈ കഥ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട്. ഇപ്പോഴും ഇടക്കര സംവാദം പോലെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സംവാദം എവിടെ വെച്ചൊക്കെയോ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുണ്ടെന്നും അത് സംബന്ധിച്ച് ഒരുപാട് പേരെ മതപരിവർത്തനം നടത്താനായി എന്നുള്ളതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതിൽ ചിലരെ $1 മില്യൺ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇബ്രാഹിം മുണ്ടക്കൻ ആരാ, ഇബ്രാഹിം മുണ്ടക്കൻ എവിടെ നിന്ന് വന്നു എന്നൊക്കെ ഉള്ളതാണ്. ഇബ്രാഹിം മുണ്ടക്കൻ ഏതായാലും ആ 1981 പറയുന്ന മറുപടി പ്രസംഗത്തിൻ്റെ 7 അയലത്തുണ്ടായ ആൾ പോലെയല്ല. പകരം അയാളെ എന്നോ എവിടെയോ വെച്ച് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മുസ്ലിം ആക്കിയിട്ടുണ്ട് എന്നത് ശരിയാണ്. അതിനപ്പുറത്തേക്ക് ഇയാളൊരു പള്ളിയിലച്ചനായിരുന്നു എന്നുള്ളത് തെറ്റാണ്. വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് അയാൾ എന്നതുപോലെ തന്നെ ഇയാൾ സുറിയാനിയാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ കളവായിരുന്നു. ഇയാൾ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ മരണത്തിന് ശേഷം മുതൽ ഇങ്ങോട്ട് പറഞ്ഞും എഴുതിപ്പിച്ചും ചെയ്തിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞു കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് കളവുകളും വൈരുദ്ധ്യങ്ങളും ഉണ്ട്. അപ്പോൾ അയാളൊരു നുണയനും കള്ളനുമായിരുന്നു. അയാൾ ഈ ഒരു കഥ വെച്ച് മുതലെടുത്തിട്ട് ഒരുപാട് പേരിൽ നിന്നും പൈസ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അയാൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പള്ളികളിൽ പോയി ഈ സംഭവങ്ങൾ പറഞ്ഞ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ പേരും വെച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് മൂപ്പര്. ഏതായാലും അങ്ങനെയുള്ള ഈ ഒരു കഥ ഈ ഒരു ചാപ്പ വന്ന സമയത്ത് അല്ലെങ്കിൽ ചാപ്പയെക്കുറിച്ചുള്ള ഒരു ചിന്ത വന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നു ഈ സംഭവങ്ങൾ. ഏതായാലും ഇതിനോട് കൂടെ ചേർത്ത് പറയാനുള്ളത് ഇത്രയൊക്കെ ആധികാരികതയെ ഹദീസിനും ഉണ്ടാകാൻ സാധ്യത ഉള്ളൂ എന്നാണ്. എത്ര തന്നെ സ്വഹീഹ് എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ കാരണം ഇവിടെ ഈ പറയുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ നബിയുടെ സ്ഥാനത്ത് ഒരു പ്രവാചകന്റെ സ്ഥാനത്ത് സങ്കല്പിക്കുകയാണെങ്കിൽ അയാളുടെ ഏറ്റവും അടുത്ത അനുയായികൾ തന്നെ പറയാണ് എന്ത് ക്രിസ്ത്യൻ മിഷനറിമാരുമായി സംവാദം നടത്തി അവരെ മുസ്ലിമാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ. അതേസമയം അയാളുടെ തന്നെ അയാളുടെ തന്നെ ഒപ്പമുള്ള വേറെ കുറേ ആൾക്കാർ എന്തുണ്ട് പറയുന്നുണ്ട് ഇത് ശരിയല്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ ഉള്ളതും പറയുന്നുണ്ട്. എന്നാൽ അതിന് വലിയ പ്രാമുഖ്യം ഇതിന് കൃത്യമായ അന്വേഷണം നടക്കും വരെയും കിട്ടാതിരിക്കുകയും കൂടുതൽ പേരും ഇത് സ്പ്രെഡ് ചെയ്തത് ഈ നടക്കാത്ത കഥ നടന്നു എന്നും പറഞ്ഞിട്ടായിരുന്നു. എന്ന് മാത്രമല്ല അതിൽ നടക്കാത്ത കുറേ സാധനങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിൽ ഈ ഇ.കെ. വിഭാഗം വളരെ അതോറിറ്റിയായി കാണുന്ന കുറേ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവര് മനസ്സിലാക്കിയത് ഇത് അവർ ഇ.കെ. ഉസ്താദിനെ കണ്ടവരാണ്. ഈ പറയുന്ന പ്രഭാഷകർ ഇ.കെ. ഉസ്താദിന്റെ വിശ്വസ്തരുടെ ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ ഖാദിമികളുടെ സേവകരുടെ ശിഷ്യന്മാരാണ്. അപ്പോൾ അവർ കളവ് പറയില്ല എന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ആ നിലക്കൊക്കെ ഇതിപ്പോ ഈ ഒരു അന്വേഷണം കൃത്യമായ ഒരു അന്വേഷണം നടക്കാതെ ഇതിങ്ങനെ എഴുതപ്പെട്ടു പോകുന്നിരുന്നെങ്കിൽ അതൊക്കെ ഈ സ്വഹീഹ് എന്ന രീതിയിലൊക്കെ പറയാൻ പറ്റിയ കാര്യങ്ങളായാണ്. സ്വഹീഹാണ് ആ പറഞ്ഞത് അല്ലേ? കാരണം എന്താ, ഇപ്പോൾ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മരിച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ആളുകൾ കണ്ട ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ ആളുടെ കൂടെ നടന്നവർ ജീവിച്ചിരിപ്പുണ്ട്, അവരുടെ ശിഷ്യന്മാർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ സനദുകളുടെ ഒരു സംഗതി വെച്ചിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒന്ന് നേരിട്ട് കണ്ട ആൾ, ഇപ്പോൾ അയാളുടെ സ്വഹാബിമാർ അതുപോലെ അയാളുടെ താബിഅകൾ ഒക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അതും വളരെ പ്രസിദ്ധരായ പണ്ഡിതരാണ്, വിശ്വസ്തരാണ്, ജനങ്ങൾക്ക് വളരെ വിശ്വാസമുള്ളവരാണ്. അപ്പോൾ അവരൊരിക്കലും കളവ് പറയാൻ ചാൻസ് ഇല്ല. എന്താ അവർക്ക് കളവ് പറഞ്ഞിട്ട് എന്താ നേട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ കാര്യത്തിനെ സ്വഹീഹ് എന്ന രീതിയിൽ ഇങ്ങനെ പോർട്രേ ചെയ്ത് കാണിക്കാൻ പറ്റും. എന്നാൽ കൃത്യമായ ഒരു അന്വേഷണം നടന്ന സമയത്ത് അത് ഈ നോട്ടീസും കൂടി ഇല്ലെങ്കിൽ നോട്ടീസ്, അതേപോലെ ഈ ഇബ്രാഹിം മുണ്ടക്കൻ്റെ സംസാരങ്ങളെ ബ്രേക്ക് ചെയ്യാൻ കഴിയാതിരിക്കുക, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ, അത് വളരെ കൃത്യമായി നുണ പറയാൻ കഴിയുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായിരുന്നു മൂപ്പരെങ്കിൽ മൂപ്പര വാദങ്ങൾ തകർക്കൽ കുറച്ചും കൂടി പ്രയാസമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ മൂപ്പര് കളവ് പറയുന്നു. അതേപോലെ ഞങ്ങൾ കണ്ടെത്തിയ നോട്ടീസ് കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല, കൃത്യമായ അന്വേഷണങ്ങൾ വേറെ നടന്നതുമില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇപ്പോഴും ആധികാരികമായ തലങ്ങളിലൂടെ പോകുന്നവർ പോലും, ഇതിനെ അന്വേഷിക്കുന്നവർ പോലും എന്ത് മനസ്സിലാക്കും? ഇതൊരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത് കാരണത്താൽ അതേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്തിന് സമസ്തയുടെ പാഠപുസ്തകത്തിൽ തന്നെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യൻ മിഷനറിമാരുമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ സംവാദം നടത്തിയത്. സോ അത് ഉണ്ടായ കാര്യം തന്നെയാണ് എന്നങ്ങോട്ട് പറയാലോ. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ ഹദീസിൻ്റെ കഥയും എന്നപ്പോൾ പറഞ്ഞു വന്നേ. ഇപ്പം ഇത്രയും അടുത്ത് കിടക്കുന്ന
അത്രയധികം വർഷങ്ങളില്ല. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ഒരു വർഷം 2026 ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മരണം തമ്മിൽ അത്ര വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഞാനന്ന് ജനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉണ്ടാവില്ല, 93-ലെങ്ങാണ്ടാണ് തോന്നുന്നുണ്ട് മൂപ്പര് മരിച്ചത്. ഞാൻ 95-ലാണ് ജനിക്കുന്നത്. ഏതായാലും അത്യാവശ്യം പ്രായമുള്ള ആളുകളൊക്കെ ഈ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കണ്ടവരും കൂടെ പഠിച്ചവരല്ല അദ്ദേഹം പഠിപ്പിച്ചവരും ഒക്കെ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കൂടെ പഠിച്ചവർ തന്നെ ഉണ്ടാവാനും സാധ്യത ഉണ്ട്. ഏതായാലും പറഞ്ഞു വന്നത്, ഈ അടുത്ത കാലത്ത് മരിച്ചു പോയ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ കാര്യത്തിൽ തന്നെ ഈ രീതിയിലുള്ള എക്സാജറേഷൻസും ഈ രീതിയിലുള്ള ദിവ്യാത്ഭുത സംഭവങ്ങൾ, ഭയങ്കര അമാനുഷികവും അതിമാനുഷികവുമായ കഥകളുണ്ടെങ്കിൽ മുഹമ്മദ് നബി അദ്ദേഹത്തോടു കൂടെ വേദിയിൽ വന്നിരിക്കുകയും ഈ സംവാദത്തിന് പിന്തുണ നൽകുകയും, നടക്കാത്ത സംവാദത്തിന് പിന്തുണ നൽകുകയും ഒക്കെ ചെയ്തു എന്നൊക്കെ പറയുന്ന ഇജാതി കഥകളുണ്ട് എങ്കിൽ, ഏതാനും വർഷങ്ങളുടെ ഗ്യാപ്പിൽ തന്നെ ഇതൊക്കെ ഇത്രയും ഭയങ്കരമായിട്ട് സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾക്കിടയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു 100-150 കൊല്ലങ്ങൾക്ക് ശേഷം ക്രോഡീകരിക്കപ്പെട്ട, മുഹമ്മദ് നബിയുടെ മരണശേഷം 100-150 കൊല്ലങ്ങൾക്ക് ശേഷം ക്രോഡീകരിക്കപ്പെട്ട ഹദീസിൽ എന്തെല്ലാം കാര്യങ്ങൾ കൂടിക്കലർന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഓരോ ദിവ്യ സംഭവങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് പറയുന്ന മറുപടി എന്തായിരിക്കും? അത് മുഹമ്മദ് നബിയുടെ കൂടെ നടന്നവരിൽ നിന്നുള്ളതാണ്, മുഹമ്മദ് നബിയുടെ കുടുംബത്തിൽ നിന്നുള്ളവരിൽ നിന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അവർ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചവരാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേയൊക്കെ വാദങ്ങൾ നിരത്താൻ പറ്റും. എന്നാൽ ഇതേപോലെ തന്നെ ഈ ക്രിസ്ത്യൻ സംവാദത്തിൻ്റെ കഥയും കൊണ്ട് നടന്ന മനുഷ്യന്മാരതൊക്കെ ഇതേപോലെ തന്നെ പറയാൻ പറ്റും. റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടത്തിനെ കുറിച്ച് അദ്ദേഹം ഒരു സൂഫിയായ മനുഷ്യനാണ് എന്ന് പറഞ്ഞൂടെ? അതേപോലെ ജലീൽ റഹ്മാനി വാണിയന്നൂരിനെ കുറിച്ച് വലിയ പണ്ഡിതൻ തന്നെയായിരുന്നു എന്ന് പറഞ്ഞൂടെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വാദങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് അവിടെയും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ, അല്ലെങ്കിൽ ഒരു 10-20 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക്, അല്ലെങ്കിൽ 30-35 വർഷം ആയപ്പോഴേക്ക് ഇത്രയധികം എക്സാജറേഷൻസ് വന്ന് പോയിട്ടുണ്ട് എങ്കിൽ, ഇത്രയും മാധ്യമങ്ങളുള്ള, ഇത്രയും കൃത്യമായ ആധുനിക സംവിധാനങ്ങളുള്ള, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഇത്രയും എക്സാജറേഷൻസ് ഉള്ള കഥകൾ ഈ പറയുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച്, മടവൂരിനെ കുറിച്ച്, CM മടവൂരിനെ കുറിച്ച്, ഇങ്ങനെ കുറേ ആൾക്കാരെ കുറിച്ചുള്ളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ, 100-150 വർഷം കൊണ്ട്, മുഹമ്മദ് നബിയുടെ മരണശേഷം 100-150 വർഷങ്ങൾക്ക് ശേഷം കൃത്യമായി ക്രോഡീകരിച്ച് തുടങ്ങിയ ഹദീസുകളിൽ എന്തെല്ലാം എത്രത്തോളം ഉണ്ടായിട്ടുണ്ടാവും, കലർന്നിട്ടുണ്ടാവും, ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഏതായാലും ഒരു ചാപ്പ വന്നപ്പോൾ, അല്ലെങ്കിൽ നിരന്തരമായി ചാപ്പകൾ വരുന്നത് കണ്ടപ്പോൾ എൻ്റെ അനുഭവത്തിൽ വന്ന ചില കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചിന്തകളും പങ്കുവെച്ചതാണ്, ചില സംഭവങ്ങളും അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതാണ്. ഏതായാലും അഭിപ്രായങ്ങൾ അറിയിക്കാം.